എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് DHSE kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് സ്ക്രൂട്ടിനി റീവാലുവേഷൻ റിസൾട്ട് മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ടില്ലേ, അതായത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എന്നും ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. റീവാലുവേഷൻ റിസൾട്ട് ഫസ്റ്റ് ഇയർ വിത്ത് 10% മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത്, അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള കാര്യം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പേരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾ റീവാലുവേഷൻ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു 500 രൂപ തിരികെ റീഫണ്ടായിട്ട് തരുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ റീവാലുവേഷൻ റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർക്ക് വിത്ത്, അതായത് നിങ്ങളുടെ റീവാലുവേഷന് മുമ്പുള്ള മാർക്കും അതുപോലെ തന്നെ റീവാലുവേഷന് ശേഷമുള്ള മാർക്കും, അതായത് റീവാലുവേഷൻ റിസൾട്ട് വിത്ത് മാർക്ക് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുണ്ടായിരുന്ന മാർക്ക് എത്രയാണ്, റീവാലുവേഷന് ശേഷം എത്രയാണ് മാർക്ക്, അതുപോലെ മാക്സിമം എത്രയാണ് മാർക്ക് എന്നുള്ളത് നൽകിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ 10% മാർക്ക് കൂടുകയാണെങ്കിലാണ് റീഫണ്ട് കിട്ടുക. 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 മാർക്കാണ് 80 മാർക്കിൻ്റെ വിഷയത്തിൽ എങ്കിൽ നിങ്ങൾക്ക് ഈ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഇതിനോടൊപ്പം 8 മാർക്ക് കൂടുകയാണെങ്കിൽ, 8 അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. ഇനി 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് 20 മാർക്കാണെന്ന് കരുതുക. അതിനോടൊപ്പം നിങ്ങൾക്ക് 6 മാർക്ക്, അതായത് 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ആകെ ടോട്ടൽ മാക്സിമം മാർക്കിൻ്റെ 10% ആണ്. അതായത് ഈ ഒരു 80ൻ്റെ 10% എന്ന് പറയുന്നത് 8 മാർക്കാണ്, 60ൻ്റെ 10% എന്ന് പറയുന്നത് 6 മാർക്കാണ്. അപ്പോൾ 80 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 8 മാർക്ക് കൂടി, അതുപോലെ തന്നെ അതോ 8 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹത ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് റീഫണ്ടിന് ഇപ്പോൾ അർഹത ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് 80ൽ 50 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷന് ശേഷം 64 മാർക്ക് കൂടി, അതായത് 14 മാർക്ക് കൂടി. അത് 14 എന്ന് പറയുമ്പോൾ 8 മാർക്കിൽ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് അർഹതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു വിദ്യാർത്ഥിയുടെ കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി ഏത് വിദ്യാർത്ഥിക്കാണ് മാർക്ക് കൂടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ടിന് അർഹതയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് വേറൊരു വിദ്യാർത്ഥിക്കും ആ രീതിയിൽ കൂടിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അതായത് പ്രത്യേകിച്ച് വലിയ ചേഞ്ചുകൾ അതായത് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ 80 മാർക്കിൽ 42 ആയിരുന്നു, റീവാലുവേഷന് ശേഷം 56 മാർക്ക് കൂടി, അതായത് 8 മാർക്കിൽ കൂടുതൽ കൂടി. അപ്പോൾ അങ്ങനെയെങ്കിൽ അതായത് 8 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം 10% കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.